സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ മൊഴിയെടുത്തു. പുന്നപ്രയിലെ ജി സുധാകരന്റെ വസതിയിലെത്തിയാണ് മൊഴിയെടുത്തത്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് അമ്പലപ്പുഴ തഹസിൽദാർ പറഞ്ഞു. ഇപ്പം കളക്ടറെ കൊടുക്കും, ജില്ലാ കളക്ടർ ഇന്ന് തന്നെ കൊടുക്കും, ഇപ്പം തന്നെ കൊടുക്കും, പൂർണ്ണമായി കൊണ്ടുവരും. മൊഴിയെടുത്തതിന് ശേഷം ജില്ലാ കളക്ടർ തീരുമാനിക്കും ബാക്കി എന്ത് ചെയ്യണം. അതെ 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 ഇല്ല വന്നിട്ടില്ല, ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നതാണ് തീരുമാനിക്കും. പ്രസംഗത്തിനിടയിലെ പ്രസ്താവനയെക്കുറിച്ചാണ് ചോദിച്ചത് എന്നും നിയമ നടപടികളെ ഭയക്കുന്നില്ല എന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ഞാനിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവർ. അപ്പോൾ അവരതിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. എന്തിനു ഭയക്കണം? അതിനെന്തിനാ എന്തിനാ ഭയക്കുന്നത്? ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ ഭയക്കുന്നത്? മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മനീഷ്, അല്പസമയം മുൻപാണ് തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. ഈ മൊഴിയെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചറിഞ്ഞത്? പ്രത്യേകിച്ച് ഇത് 30 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. മാത്രമല്ല, ഈ മൊഴിയെടുപ്പിനെ കുറിച്ച് ജി സുധാകരന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രവിത, ഇന്ന് ഉച്ചയ്ക്ക് 2:30 അമ്പലപ്പുഴ തഹസിൽദാർ അൻവർ പുന്നപ്രയിലെ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. പ്രാഥമിക നടപടികളുടെ ഭാഗമായിട്ടാണ്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്, ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. അതായത് ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കടുത്ത നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ കേസെടുക്കണം, തുടരന്വേഷണത്തിന്റെ ഭാഗമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ തഹസിൽദാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. 40 മിനിറ്റോളം സമയം അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ വിശദമായി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഇന്ന് തന്നെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് ഈ മൊഴിയുടെ പകർപ്പ് കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം പതറുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം താൻ നടത്തിയിട്ടില്ല, ഒരു കൊലപാതക കുറ്റവും താൻ നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല. ഇതിനു മുൻപ് തന്റെ വിവാദ പ്രസംഗം എന്ന രീതിയിൽ തനിക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിന് CPIയുടെ ഒരു പൊതുപരിപാടി കടക്കരപ്പള്ളിയിലുണ്ട്, ചേർത്തല കടക്കരപ്പള്ളിയിലുണ്ട്. ഇന്ന് 5 മണിക്കാണ് പരിപാടി. ഇന്നത്തെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തി അതിൽ നിയമ നടപടി കൈക്കൊള്ളുന്നത് കൊണ്ട് താൻ മാറി നിൽക്കുന്നില്ല എന്ന് ജി സുധാകരൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ താൻ നടത്തിയിട്ടുള്ള വിവാദപരമായിട്ടുള്ള പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണോ? 36 വർഷങ്ങൾക്ക് മുൻപ് 1989 നടന്ന ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കൃത്രിമത്വം സ്ഥാനാർത്ഥി തപാൽ വോട്ടിൽ പേര് മാറ്റി തിരുത്തിക്കൊണ്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നലെ പറഞ്ഞതിൽ ഇന്ന് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നില്ല. പക്ഷേ ഇത് ഗൗരവത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ പാർട്ടി നേതൃത്വവും കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയത് പാർട്ടി നേതൃത്വത്തെയാണ്. വലിയ വിമർശനം പ്രതിപക്ഷത്തിൽ നിന്നടക്കം കഴിഞ്ഞ കാലയളവിലടക്കം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ CPM ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണം വലിയ ശക്തി ആർജിക്കുമ്പോഴാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. പ്രവിത, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.